ഹായ് ഹലോ വെൽക്കം ബാക്ക്. നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ ഡ്രൈ സ്കിൻ ഉള്ള ആളുകൾക്ക് പറ്റിയ ഒരു നല്ലൊരു മോയ്സ്ചറൈസറിങ് ക്രീമും ആയിട്ടാണ് കേട്ടോ. ഇത് ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ക്രീമായിരിക്കും. വളരെ വർക്കാവുന്ന ഒരു ക്രീമാണ് കേട്ടോ. എന്നെ സംബന്ധിച്ച് ഞാൻ ഒരുപാട് ക്രീമുകളും കാര്യങ്ങളൊന്നും ഉപയോഗിക്കാത്ത ഒരാളാണ്. എന്നാൽ ഉപയോഗിക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് വർക്കാവുന്ന ക്രീമുകളൊക്കെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കും കേട്ടോ. പിന്നെ ചില ആളുകൾ നമുക്ക് ചിലപ്പം ഇങ്ങനെ സജസ്റ്റ് ചെയ്ത് തരും. നമ്മളെ കൊളീഗ്സോ അല്ലെങ്കിൽ നമ്മളെ ഫ്രണ്ട്സോ ഒക്കെ നമുക്ക് ചിലപ്പം സജസ്റ്റ് ചെയ്ത് തരും. എന്റേത് ഡ്രൈ സ്കിൻ ആണ്, നീ ഈ ഒരു ക്രീം വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കൂ, ചിലപ്പോൾ ഇത് വളരെ നല്ല ക്രീമാണെന്നൊക്കെ അവർ പറയുമായിരിക്കും. അവർക്ക് ചിലപ്പോൾ അത് നന്നായിട്ട് വർക്ക് ചെയ്യും. അത് ചിലപ്പോൾ എനിക്ക് വർക്ക് ആവണമെന്നില്ല. അങ്ങനെ ഒരു ഒന്നാണ് വാസ്ലിൻ. വാസ്ലിൻ ഒരുവിധ ആൾക്കാർക്കൊക്കെ നല്ലതാണ്. പക്ഷെ എനിക്ക് വാസ്ലിൻ ഒരിക്കലും വർക്കായിട്ട് ഉണ്ടാവാറില്ല. എനിക്ക് വളരെയധികം അത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു റിസൾട്ട് ഇല്ലാത്തത് പോലെ എനിക്ക് തോന്നും കേട്ടോ. അപ്പം എനിക്കൊരു റിസൾട്ട് ഉണ്ടായ ഒരു ക്രീം അത് ഞാൻ നിങ്ങൾക്കായിട്ട് സജസ്റ്റ് ചെയ്ത് തരികയാണ്. പിന്നെ വേറെ ഒന്നുമല്ല, ദേ ഗ്ലൈസോയിഡ് ആണിത്. ഇത് നിങ്ങൾക്ക് ഒട്ടുമിക്ക പേർക്കും അറിയും. എനിക്ക് തോന്നുന്നു ഡ്രൈ സ്കിൻ ഉള്ള ആളുകൾക്ക് ഒട്ടുമിക്ക പേർക്കും അറിയുന്ന ഒരു ക്രീമാണ് ഇത്, ഗ്ലൈസോയിഡ്. ഇത് ഓൾമോസ്റ്റ് എന്റെ തീരാറായി കണ്ടോ. നല്ലൊരു ക്രീമാണ്. നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു ക്രീമാണ്. പ്രത്യേകിച്ച് ഈ വിന്റർ സമയത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു ബെസ്റ്റ് ക്രീമാണ് കേട്ടോ. പിന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, എപ്പോഴും നമ്മൾ കുളി കഴിഞ്ഞ ഉടനെ ജസ്റ്റ് ഒന്ന് നമ്മൾ തുടച്ചെടുത്തിട്ട് തേക്കുന്നതായിരിക്കും ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള രീതി കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയമൊക്കെ എടുത്ത് ഇത് തേക്കുന്ന സമയത്ത് ഒരു സ്റ്റിക്കി പരുവം പോലെ ആകും. ഇതിന്റെ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത് ഒരു സ്റ്റിക്കി ആയിട്ടുള്ള ആ ഒരു പരുവാണ്. അപ്പൊ നമ്മൾ കുളി കഴിഞ്ഞ ഉടനെ നമ്മൾ തുടച്ചിട്ട് ആ സമയം തന്നെ കുറച്ചൊരു നനവോട് കൂടിയിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റും. റിസൾട്ട് കിട്ടും അങ്ങനെയായിരിക്കും കേട്ടോ. ഡ്രൈ സ്കിൻ ഉള്ള ആളുകൾക്ക് ഏറ്റവും ബെസ്റ്റ് ആണ്. പിന്നെ അല്ലാത്ത ആളുകൾക്കും ഉപയോഗിക്കാം. എന്നാലും കൂടുതലായിട്ട് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ഡ്രൈ സ്കിൻ ഉള്ള ആളുകൾക്കാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, എന്തോരം ക്രീമുകളാണ് ഡ്രൈ സ്കിൻ ഉള്ള ആളുകൾക്ക് ഇങ്ങനെ ഓരോ വീഡിയോയിൽ കൂടി പറയുന്നത് എന്ന്. കാര്യം അത് ശരിയാണ്. കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ഉപയോഗിച്ച് നമുക്ക് റിസൾട്ട് കിട്ടുമ്പോഴാണ് നമ്മൾ അത് പറയുന്നത് അല്ലേ. ഞാൻ ഈ വാസ്ലിന്റെ കാര്യം പറഞ്ഞതുപോലെ വാസ്ലിൻ ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടുന്ന ഒന്നാണ്. പക്ഷേ അത് എനിക്ക് ഉപയോഗിച്ചിട്ട് എനിക്ക് ഒരു റിസൾട്ടും കിട്ടാറില്ല. പിന്നെ അതിന്റെ മുകളിൽ വെരി വെരി ഡ്രൈ സ്കിൻ അതിന്റെ മുകളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പോലും അത് റിസൾട്ട് കിട്ടിയില്ല. പക്ഷെ ഈ ഗ്ലൈസോയിഡ് റിസൾട്ട് കിട്ടിയ ഒരു ക്രീമാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് ഉപയോഗിച്ച്, ഡ്രൈ സ്കിൻ ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഉപയോഗിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. വളരെ റിസൾട്ട് ഉള്ള ഒരു ക്രീമാണ് ഗ്ലൈസോയിഡിന്റെ. ഗ്ലിസറിൻ ഒക്കെ അടങ്ങിയതാണ്. ഇത് 250 ml ആണ്. ഇച്ചിരി എക്സ്പെൻസീവ് ആണ് കേട്ടോ. 250 ml 987 എങ്ങാണ്ടാണ് പ്രൈസ്. പിന്നെ എപ്പോഴും ആമസോണിൽ ഓഫർ ഉണ്ട്. പിന്നെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ എന്തും ആദ്യം ഈ 250 ml ഒന്നും വാങ്ങണ്ട. കുറഞ്ഞ ക്വാണ്ടിറ്റി ഉള്ളത് വാങ്ങിച്ചിട്ട് ഉപയോഗിച്ച് നോക്കുക. നമ്മൾക്ക് റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രം കണ്ടിന്യൂസ്ലി നമ്മൾ ഉപയോഗിച്ചാൽ മതി. പക്ഷെ ഡ്രൈ സ്കിൻ ഉള്ള ആളുകൾക്ക് ഇത് റിസൾട്ട് ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പുള്ള കാര്യമാണ്. എന്നാലും ചില ആളുകളുടെ സ്കിന്നിന് പറ്റുമോ ഇല്ലേ എന്നുള്ളത് നമുക്കറിയത്തില്ല. നമ്മൾ ഉപയോഗിച്ച് നോക്കണം. ഇപ്പൊ വാസ്ലിൻ പറഞ്ഞതുപോലെ, വാസ്ലിൻ എല്ലാവർക്കും പറ്റുന്ന ഒരു സംഭവമാണ്. പക്ഷെ എനിക്കത് പറ്റാറില്ല. അപ്പൊ അതുപോലെ നിങ്ങൾ ഇത് വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് അത് സൂട്ട് ചെയ്യുന്നുണ്ട് എങ്കിൽ മാത്രം കണ്ടിന്യൂസ്ലി ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമ്മൾ എന്തൊരു സാധനം നമുക്ക് പണം കൊടുത്ത് വാങ്ങിയതാണ്, ഇതെന്തായാലും ഉപയോഗിച്ചങ്ങ് തീർക്കാം എന്ന് വിചാരിക്കരുത്. നമ്മളുടെ സ്കിന്നിന് ഇറിറ്റേറ്റഡ് ആവുന്ന ഒന്നും ഉപയോഗിക്കേണ്ട. ഒന്നോ രണ്ടോ പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലും കുറച്ചൊരു മാറ്റോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അത് അവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാം. അങ്ങനെ ചെയ്യുക. അല്ലാതെ മുന്നോട്ട് അത് ഉപയോഗിക്കരുത് കേട്ടോ. ചില ആളുകളുണ്ട്, അയ്യോ പൈസ കൊടുത്ത് വാങ്ങിച്ചതല്ലേ, എന്തായാലും ഇത് തീരുന്നവരെ ഉപയോഗിച്ച് കളയാം എന്നൊക്കെ ചിന്തിക്കും. അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത് കേട്ടോ. പിന്നെ നമുക്കിപ്പോൾ തണുപ്പ് കാലമൊക്കെയാണ്. ഭയങ്കര ശരീരത്തിന് ബുദ്ധിമുട്ടും ഇറിറ്റേഷനും ഒക്കെ വരും. ഈ ഡ്രൈ സ്കിന്നൊക്കെ ആകുമ്പോൾ നമുക്ക് വെറുതെ ഇങ്ങനെ ചൊറിയാനൊക്കെ തോന്നും. ചൊറിയുന്ന സമയത്ത് ഇങ്ങനെ വെള്ള വരകളൊക്കെ വരും. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഡ്രൈ സ്കിന്നുള്ള ആളുകൾക്കൊക്കെ അനുഭവിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോഴൊക്കെ ഇത് ഉപയോഗിക്കാൻ വളരെ നല്ലതാണ്. പിന്നെ ഇത് ഉപയോഗിക്കേണ്ട രീതി ഞാൻ പറഞ്ഞല്ലോ. കുളി കഴിഞ്ഞ അപ്പം തന്നെ നമ്മൾ കുളി കഴിഞ്ഞു, ദേഹം ഒന്ന് ചെറുതായിട്ടൊന്ന് വെള്ളം നനവോടുകൂടി ഒപ്പിയെടുത്തതിന് ശേഷം, നന്നായിട്ട് വലിച്ചു തോർത്താതെ ജസ്റ്റ് ഒന്ന് ഒപ്പിയെടുത്തതിന് ശേഷം നിങ്ങൾ അപ്പം തന്നെ ഇത് അപ്ലൈ ചെയ്യണം. അല്ലാതെ കുറേ സമയം കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്യരുത്. ഞാൻ ഇതിന്റെ പരുവം പറഞ്ഞു കണ്ടോ. ഭയങ്കര ഒരു സ്റ്റിക്കി പരുവമാണ് ഇത്. അപ്പം ആ നനവോട് കൂടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുക. അപ്പോഴാണ് നല്ല റിസൾട്ട് കിട്ടുന്നത്. ഒരു ലൈറ്റ് സ്മെല്ലാണ്.
ഇത് ഗ്ലിസറിനൊക്കെ അടങ്ങിയതാണ്. ഗ്ലിസറിൻ ക്രീം എന്നാണ് ഇതിന്റെ മുകളിൽ എഴുതിയത് തന്നെ. പക്ഷെ വളരെ ബെസ്റ്റ് ആണ് കേട്ടോ. ആമസോണിൽ എപ്പോഴും ഓഫർ ഉണ്ട്. ഓഫർ ഉള്ള സമയത്ത് ഇപ്പോൾ ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു 100 ml 489 അങ്ങാണ്ടേക്കാണ് റേറ്റ്. അപ്പൊ എപ്പോഴും ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ക്രീമിനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ഉപയോഗിച്ച് നോക്കാം. ഒരു വട്ടെങ്കിലും ഉപയോഗിക്കുമ്പോൾ ഡ്രൈ സ്കിൻ ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് എത്രത്തോളം വർക്ക് ആവുമെന്ന് മനസ്സിലാകും. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഞാനിത് ബോഡിയിൽ മാത്രമാണ് ഉപയോഗിക്കാറുള്ളത്, ഫേസിൽ ഉപയോഗിക്കാറില്ല. ഫേസിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം, പക്ഷെ ഞാൻ ഉപയോഗിക്കാറില്ല. ബോഡി മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ കുളി കഴിഞ്ഞ ഉടനെ ആ നനവോടുകൂടി അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് റിസൾട്ട് കൂടുതൽ കിട്ടും. കുറേ സമയം കഴിഞ്ഞ് നിങ്ങളിത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു എണ്ണ തേച്ചതുപോലെ നമ്മൾ ഈ ഇതൊക്കെ തേക്കത്തില്ലേ, വാസ്ലിനൊക്കെ തേക്കത്തില്ലേ, അപ്പൊ അതൊക്കെ തേക്കുന്നത് പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. നനവോടുകൂടി തേക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇത് അബ്സോർവ് ചെയ്ത് പൊയ്ക്കോളും. അപ്പം ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുളി കഴിഞ്ഞ ഉടനെ തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അത് ഈ ക്രീം എന്നല്ല, എന്തൊരു ബോഡി ക്രീം അപ്ലൈ ചെയ്യുമ്പോഴും ആ നനവോടുകൂടി അപ്ലൈ ചെയ്യുമ്പോഴാണ് കൂടുതൽ റിസൾട്ട് കിട്ടുന്നത്. കുറെ കഴിഞ്ഞ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത്ര റിസൾട്ട് കിട്ടില്ല. അപ്പൊ ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക. അപ്പം ഇത്രയേ ഉള്ളൂ. അടുത്ത ദിവസം നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. ഇതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. അടുത്ത ദിവസം പുതിയൊരു ടോപ്പിക്കും പുതിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ലവ് യു ഓൾ. താങ്ക് യു.